പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി തന്നെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീന. ഞാൻ കോട്ടയം ജില്ലയിൽ രത്നഗിരിയിൽ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാനൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കോട്ടയത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് 2023 മെയ് 5-ാം തീയതിയാണ്. വന്ന അന്ന് ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാൻ OET ചെറിയ രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവധി എടുത്തൊന്നും എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുമായിരുന്നില്ല. ജോലി കഴിഞ്ഞ് ഒരു മണിക്കൂറോ 1.5 മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപം വെച്ച് ഞാൻ എന്നും എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ വെച്ച് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ജൂൺ 10-ന് ഞാൻ എക്സാമിനുള്ള ഡേറ്റ് എടുത്തു. എക്സാമിന് ഒരു 10 ദിവസം മുമ്പ് എനിക്കൊരു പനിയും ചെറിയ രീതിയിലൊരു ചുമയും വന്നു. ആദ്യം അത്ര കാര്യമാക്കിയില്ല. പക്ഷേ നമുക്ക് ജോലിയിൽ നിന്ന് അവധിയൊന്നും കിട്ടുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അത്. ജോലി നമുക്കൊരു ആവശ്യമായിരുന്നു. കാരണം ഞാനൊരു വിധവയാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കണം. വീട്ടിലെ കാര്യങ്ങളും എല്ലാം എൻ്റെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ ജോലി ഒരു ദിവസം പോലും വിട്ടിട്ട് എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുമായിരുന്നില്ല. ഈ ചുമയങ്ങ് കൂടിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് അങ്ങ് പോയി. ആദ്യം നമ്മൾ ഓർത്തു ചുമയുടെ ആ ഒരു സ്ട്രെസ് കൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞു 3 ദിവസമായി ഒട്ടും തന്നെ സൗണ്ട് ഉണ്ടായിരുന്നില്ല. പരീക്ഷയ്ക്കാകെ 7 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറുടെ അടുത്ത് നിന്ന് നമ്മൾ മെഡിസിൻ എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. ആ കൂടെ ഞാൻ ഇവിടുന്ന് തന്ന തൈലം എൻ്റെ തൊണ്ടയിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അതുകൂടാതെ തന്നെ ഉപ്പിട്ട് സലൈൻ ഗാർഗിൾ ചെയ്യും. പിന്നെ അത് ആവി പിടിക്കും. അങ്ങനെയുള്ളതെല്ലാം ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ നേരിയ രീതിയിലൊരു സൗണ്ട് വന്നു. അങ്ങനെ സൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചത്തേന് വോയിസ് റെസ്റ്റാണ്, കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ്. ഡ്യൂട്ടിക്ക് വരാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി ആകെ ദിവസങ്ങൾ കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഞാനൊരു ചെറിയ രീതിയിൽ സൗണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പം അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെക്കാട്ടും ചെറിയ കുട്ടികളാണ് അവിടെ ടീച്ചേഴ്സായിട്ട് നമുക്കുള്ളത്. ഞാൻ ഏകദേശം ഒരു 20 വർഷത്തോളമായി നമ്മുടെ പഠിത്തത്തിൽ നിന്നെല്ലാം മാറി പിന്നെ പഠിക്കാൻ പോകുന്നത് ഈ OET 20 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി വെറുതെ ഈ പരീക്ഷയ്ക്ക് പോകണ്ട. കാരണം ചേച്ചിക്ക് ഒട്ടും സൗണ്ട് ഇല്ല, ചേച്ചി ഒട്ടും ഓക്കെ അല്ല. വെറുതെ എന്തിനാ 33,000 രൂപ ഇതിന് വേണ്ടിയിട്ട് കളയുന്നത്? അതുകൊണ്ട് ഇപ്പോൾ വേണേലും നമുക്ക് ക്യാൻസൽ ചെയ്യാം, പകുതി പൈസയെങ്കിലും തിരിച്ചു കിട്ടും. പക്ഷേ എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു, ഈ ഡേറ്റ് എടുപ്പിച്ചത് നമ്മുടെ മാതാവാണ്. അപ്പം പരീക്ഷയ്ക്ക് ഈ ഡേറ്റിൽ തന്നെ പരീക്ഷ എഴുതും. എന്ത് വന്നാലും ഞാൻ പരീക്ഷ എഴുതുന്നു ഉള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നു. എൻ്റെ കൂട്ടുകാരികളും അതുപോലെ തന്നെ പറഞ്ഞു, ഷീന നീ എക്സാമിന് പോകണ്ട, വെറുതെ കൊണ്ട് കാശ് കളയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ എന്നാണേലും എഴുതിയിട്ടേ ഉള്ളെന്ന് എഴുതി. പരീക്ഷയ്ക്ക് ഒരു 2-3 ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ വന്നു. അച്ഛനെ കണ്ട് എനിക്ക് ഫസ്റ്റ് റോയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇവിടെ വന്ന് ഒരു 30 കാൻഡിഡേറ്റ്സ് അന്ന് ഇവിടെ കയറി നിന്നപ്പം അതിൻ്റെ അകത്തൊരു 25 പേരും OET എക്സാം എഴുതാനായിട്ടുള്ളതായിരുന്നു. ഈ ഹോൾ ടിക്കറ്റ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുഖത്തൊരു കോൺഫിഡൻസ് ലെവലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ മാതാവ് എൻ്റെ ഈശോയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് മാത്രമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഈ എക്സാം എഴുതുന്നത് ഞാനല്ല, എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് വേറൊരു അവസരം ഇല്ലിനി. കാരണം ആ ഒരു രൂപ പോലും എങ്ങനെ ഉണ്ടാക്കിയതെന്നുള്ളത് എൻ്റെ മാതാവിനും അറിയാം. അപ്പോൾ എനിക്കിത് തരണം. അന്ന് അച്ഛൻ്റെ ഒരു ചെറിയൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാതാവ് തരും. അതുകൂടാതെ ഗ്രേസ്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇന്നീ നിമിഷം വരെ ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. ഞാനിവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അച്ഛനൊരു കാശ് രൂപമൊക്കെ തന്നു. അന്ന് വൈകുന്നേരം ചെന്നപ്പോൾ തൊട്ട് ആ കാശ് രൂപം കൂടി വെച്ച് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. എക്സാമിൻ്റെ ഡേറ്റിൻ്റെ അന്ന് രാവിലെ എക്സാമിന് പോയി. ഞാൻ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഒച്ചയൊക്കെ തീരെ കുറവാണ്. ആരോടെങ്കിലും ഒരു 2 വാക്ക് സംസാരിച്ച് ആ ഉള്ളതും കൂടി പോകും. അപ്പം എൻ്റെ അടുത്ത് പോകുന്ന തലേ ദിവസം പറഞ്ഞു, എഴുതണ്ടായിരുന്നു എക്സാം, വെറുതെ പോകുന്നതല്ലേ. ഞാനൊന്നും സംസാരിച്ചില്ല. അതിനൊന്നും ഒരു മറുപടി ഞാൻ കൊടുത്തില്ല. എക്സാമിന് പോയി. അന്ന് വരെ എല്ലാ എക്സാമും എഴുതുമ്പോൾ വളരെ ടെൻഷനാണ്. എന്ത് പരീക്ഷ എഴുതിയാലും ടെൻഷനാണ്. പക്ഷേ അന്ന് ഞാൻ വളരെ കൂളായിട്ടിരുന്ന് എക്സാം എഴുതി. ഓരോ ഉത്തരങ്ങളും എൻ്റെ മുന്നിൽ കൂടി ഉത്തരം മാത്രം എൻ്റെ കണ്ണിൽ വരുന്നത്.
എനിക്കറിയത്തില്ല എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ കാശ് രൂപമൊക്കെ അച്ഛൻ പറഞ്ഞ രീതിയിൽ ഞാൻ എൻ്റെ എക്സാമിൻ്റെ പേപ്പറിൽ വെച്ചു, കുരിശ് വരച്ചു. അതുപോലെ തന്നെ പല സാക്ഷ്യങ്ങളും നമ്മളിവിടെ കേട്ടിട്ടുണ്ട്. ഉപ്പ്, അതൊരു ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ്. അത് ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഹോളിലിട്ടു. ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് സാഹചര്യം ഒരുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ ഒരു മണിക്കൂർ നമ്മൾ എക്സാം ഹാളിൽ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ അത്രയും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇറങ്ങി ലഞ്ചിൻ്റെ ടൈമായി. ഞങ്ങളൊരു 4 പേര് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താ? പേര് പറഞ്ഞത് തീരെ സൗണ്ടില്ല. അന്നേരം പറഞ്ഞു, ചേച്ചിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ പറഞ്ഞു, സൗണ്ട് ഇച്ചിരി കുറവാണ്. എന്നാൽ ചേച്ചി മിണ്ടണ്ട. ചേച്ചി പിന്നെ എന്തിനാ ഈ എക്സാമിന് എഴുതിയതെന്ന് ചോദിച്ചു. ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. അങ്ങനെ 4 മണിക്കായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ഇത്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമിനറായിട്ട് ഈശോ വന്നിരിക്കണം, പറയുന്നത് മാതാവായിരിക്കണം. കാരണം എൻ്റേതായിട്ടുള്ള ഒരു കഴിവും ആ എക്സാമിനില്ല. അങ്ങനെ അവിടെ ഒരു ചെറിയ പയ്യൻ, ഒത്തിരി പ്രായക്കുറവാണ്. അപ്പം അതൊരു എൻജിനീയറിങ് കോളേജാണ്. അപ്പം കതക് തുറന്നു തന്നു. അപ്പം ഞാനോർത്തു ആ പയ്യൻ കതക് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിരിക്കും. ചെന്ന് എന്നെ ഇരുത്തി കഴിഞ്ഞപ്പം ആ പയ്യൻ തന്നെ വന്നിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എക്സാമിനറാണെന്നുള്ളത്. പിന്നീട് എൻ്റെ അടുത്ത് പേര് ചോദിച്ചു, സൗണ്ട് കുറവാണ്, ഉറക്കെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നീട് ക്വസ്റ്റ്യൻസ് വന്നതേ എനിക്കറിയത്തില്ല. ഞാൻ ഞെട്ടിയിരുന്നത് അതൊരു വലിയ എക്സാം ഹോളായിരുന്നു. എൻ്റെ എക്കോയാണ് ആ മുറിയിൽ മൊത്തം നിറഞ്ഞു നിന്നിരുന്നത്. എവിടെ നിന്നാണ് ആ ഒച്ച വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വായി കൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നത് മൊത്തം ഈ ഒച്ചയല്ല. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത്രയൊരു ഒച്ച ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാനല്ല സംസാരിക്കുന്നത്, മാതാവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാമിനറും ഭയങ്കര ഹാപ്പിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു എക്സാമിനറെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എക്സാം കഴിഞ്ഞു പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് വിളിച്ചു, പറഞ്ഞു, അമ്മ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഞാൻ പറഞ്ഞു, അമ്മ കുഴപ്പമില്ല. എന്നാൽ പറഞ്ഞു, ഇത്രയുണ്ടായിരുന്നുള്ള മോനെ നിനക്ക് ഒച്ച, നിനക്ക് പറയത്തില്ലായിരുന്നോ നിനക്ക് സുഖമില്ലാതെ ഇരിക്കുവാന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. 14 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് വരുന്നത് ഞാൻ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ മാതാവ് ഈശോയാണ് മാർക്കിടുന്നത്, ഈശോയാണ് കേട്ടത്, മാർക്കിടുന്നതും ഈശോ, പറഞ്ഞതും മാത്രം മാതാവ്, കാണിച്ചു തന്നതും മാതാവ്, 2 പേരും കൂടി എനിക്ക് മാർക്കിടുന്നത്. എന്താണേലും 14-ാമത്തെ ദിവസം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉയർന്ന മാർക്ക് തന്നെയാണ് കിട്ടിയത്. സ്പീക്കിങ്ങിൻ്റെയൊക്കെ മാർക്ക് കണ്ടപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. ഞാനെല്ലാം റിസൾട്ട് നോക്കിയത് എൻ്റെ കൂട്ടുകാരികളെ നോക്കിയത്. കാരണം എന്നെക്കാട്ടും ആകാംക്ഷ അവർക്കായിരുന്നു. കാരണം തോൽവി എന്നുള്ളൊരു സംഭവം എനിക്ക് മുദ്രകുത്തി തന്നതായിരുന്നു. അപ്പോഴാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഷീന റിസൾട്ട് നോക്കിയോ? ഞാൻ പറഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ലല്ലോ. അന്ന് ഞങ്ങൾ നോക്കിയേക്കാം. നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷീന ഇത് എന്തൊരു മാർക്കായത്. ഇൻസ്റ്റിറ്റ്യൂഷൻകാർ പറഞ്ഞു, ഇത്രയും വലിയൊരു മാർക്ക് അവരുടെ അടുത്ത കാലത്തെങ്ങും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, അമ്മ എനിക്ക് തരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം, എനിക്ക് ജോലി വേണം, അത് അത്യാവശ്യമാണല്ലോ. അങ്ങനെ എനിക്ക് അയർലൻഡിലിട്ടുള്ള സ്കോറാണ് കിട്ടിയത്. അതും ഏറ്റവും നല്ല സ്കോറിൽ തന്നെ കിട്ടി. എക്സാം കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് മുന്നോട്ട് കൂടുതൽ യാത്രകളുണ്ട്. ഓരോ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണം, അതിൻ്റെ പേപ്പർ വർക്ക്സൊക്കെ നടക്കണം. നമ്മൾ ജോലി ചെയ്തെടുത്ത് നല്ല സർട്ടിഫിക്കറ്റ് കളക്ഷൻ വേണം. ഇതെല്ലാം നമ്മുടെ കൈ കിട്ടിയപ്പോൾ സർട്ടിഫിക്കറ്റിനൊന്നും ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഇത് അയക്കാനായിട്ട് ഞാൻ ഒരു ഫോട്ടോ സ്റ്റോപ്പിൽ ചെന്നപ്പം അവർ പറഞ്ഞു, ചേച്ചി ഇത് നടക്കത്തില്ല കേട്ടോ, ഇത് ഒത്തിരി കുറവാണ്, ഇതിൻ്റെ ക്ലാരിറ്റി ഒട്ടുമില്ല, അവർക്കൊന്നും കാണത്തില്ല, ഇത് ചേച്ചിയുടെ റിജക്റ്റായി പോവും. പക്ഷെ ഞാൻ എന്നേരം പ്രാർത്ഥിച്ചു, മാതാവ് ഇത് കണ്ടാൽ മതി, മാതാവ് ഈശോയും ഇത് കണ്ടാൽ മതി. ഞാൻ മാതാവിനും ഈശോയ്ക്കും എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വെക്കുന്നത്, നിങ്ങളത് അപ്രൂവ് ചെയ്ത് തന്നാൽ മതി, എനിക്ക് വേറെ ആരും തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കൊണ്ടും 1.5 മാസം കൊണ്ടും കിട്ടേണ്ട DL ഒക്കെ എനിക്ക് വെറും 6 ദിവസം കൊണ്ടാണ്. അപ്പോഴേ എനിക്കറിയാം പരീക്ഷ എഴുതിയത് മുതൽ മാതാവ് ഈശോയും ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും അവിടെ ഇല്ല. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഏജൻസികളെ കിട്ടും. ഗൂഗിളിൽ അപ്പോൾ ഇങ്ങനെ എൻ്റെ ബയോഡാറ്റ ഒരു ഏജൻസിക്ക് 2-3 ഏജൻസിക്ക് അയച്ചു. 2 ദിവസത്തിന് ഉള്ളിൽ തന്നെ CPL എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇൻ്റർവ്യൂവിന് വെക്കട്ടെ നിൻ്റെ പേരെന്ന് ചോദിച്ചു. വെച്ചോളാൻ പറഞ്ഞു. ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രിയിലിട്ട് ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്.
ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എൻ്റെ മാതാവ് സംസാരിക്കണം. അവരുടെ ഐറിഷ് ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഈശോ കേൾക്കണം, അമ്മ സംസാരിക്കണം. എല്ലാം ഞാൻ ഇവർ രണ്ടുപേരും കൂട്ടുപിടിക്കുന്നത്. എനിക്കല്ലാതെ നമുക്ക് യാതൊരു കഴിവുകളും ഇല്ല. അങ്ങനെ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തന്നെ പറഞ്ഞു, നീ സെലക്ട് ആയിട്ടുണ്ട്, നിൻ്റെ പേപ്പേഴ്സ് എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യണം. അങ്ങനെ പേപ്പേഴ്സ് എല്ലാം ഓരോ പേപ്പർ വെക്കുമ്പോഴും ഞാൻ ഈശോയുടെ കാശ് രൂപ എടുത്ത് ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഞാനത് സെൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി. ഏപ്രിൽ 1-ാം തീയതി പോകാനായിട്ട് എനിക്ക് ടിക്കറ്റും ആയിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതി ഞാൻ അയർലൻഡിലായിട്ട് ഞാൻ ജോലിക്കായി പോവുകയാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ജോലി കഴിഞ്ഞ് കുട്ടികളെയൊക്കെ ഇട്ടിട്ട് എനിക്ക് പുറത്ത് വേറെയുള്ള അനാഥ മന്ദിരത്തിലൊക്കെ പോയി എനിക്ക് പോകാൻ സമയം തികയാറില്ലുണ്ട്. കാരണം വീട്ടിൽ വേറെ ആരും ഇല്ല, ഫാദർ ഇൻ ലോ മാത്രമേ ഉള്ളൂ, പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അവധി കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ പൈസ കിട്ടും. എനിക്ക് കിട്ടുന്ന ഒരു വീതത്തിൽ നിന്ന് ഞാൻ അവർക്ക് മാസം ഞാൻ ഒരു എമൗണ്ട് ഞാൻ അതിനായിട്ട് നീക്കി വെക്കും. ദൈവം എനിക്കത് തരും. നമ്മൾ എത്ര കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്കത് തരും. അങ്ങനെ അവർക്ക് അങ്ങനെ ഞാൻ കൊടുക്കും. പിന്നെ സമയം കിട്ടിയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത് ഒരു അനാഥ മന്ദിരത്തിൽ പോയിട്ട് നമുക്കിങ്ങനെ പ്രത്യേക ദിവസങ്ങളുണ്ട്, അവിടുത്തെ വയ്യാതിരിക്കുന്ന അമ്മച്ചിമാരെ കുളിപ്പിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പോകും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കുക. ആദ്യമേയൊക്കെ പത്രം കൊടുക്കുന്നത് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് വ്യസനിക്കുന്നോ അതായിരിക്കും പിറ്റേ ചൊവ്വാഴ്ചയിലെ അച്ഛൻ്റെ ധ്യാനം. അങ്ങനെയാണ് ഞാൻ ഇന്ന് വരെ കണ്ടിരിക്കുന്നത്. നമ്മളൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകുന്നു, അയ്യോ അത് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം എന്ന് പറയുന്നത് അതിനുള്ള ഉത്തരവായിരിക്കും. അപ്പം ആദ്യമേ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു കെട്ട് പത്രമാണല്ലോ നമുക്ക് ഫസ്റ്റ് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്നത്. അത് ഞാൻ കൊടുത്തു, പക്ഷേ എന്തോ ഒരു ക്രിസ്ത്യൻസിന് മാത്രം. പക്ഷേ എന്നെ എക്സാമിൻ്റെയൊക്കെ റിസൾട്ടിന് വരുന്ന മുമ്പ് തന്നെ ഞാനത് മനസ്സിൽ തീരുമാനിച്ചു, 3 കെട്ട് പത്രം ഞാനിവിടുന്ന് വാങ്ങിക്കും. അത് വാങ്ങിച്ച് ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. ഞാനപ്പം അത് വാങ്ങിച്ച് ഞാനത് മെഡിക്കൽ കോളേജിൽ പോകും. മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒന്ന് ചെല്ലണം. ഈ പത്രത്തിനായിട്ടുണ്ടല്ലോ ദാഹിച്ചിരിക്കുക മനുഷ്യർ. നമ്മൾ ഇതും കൊണ്ട് പോകുമ്പോഴത്തേനും ചോദിക്കും, കൃപാസന പത്രമല്ലേ, ഒരെണ്ണം വേണം, ഒരെണ്ണം കൂടി വേണം. നമ്മുടെ അടുത്ത് നിന്ന് നിർബന്ധിച്ച് ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞാലും അവർ പറയും, ഇല്ല ഞങ്ങൾക്ക് ഒരെണ്ണം കൂടി വേണം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. തികയാതെയാണ് ഈ 3 കെട്ട് പത്രം അവിടെ തികയാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അങ്ങനെ പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പസാരമൊക്കെ വർഷത്തിൽ 1-2 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പുറകിൽ ഒരാളുണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ നമ്മളെ നയിക്കുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു വെമ്പല, കുമ്പസാരിച്ചില്ലല്ലോ. പിന്നെ പള്ളിയിൽ പോകുന്നത് രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. കുട്ടികൾ, എനിക്കും ഡ്യൂട്ടിക്ക് പോകണം, പിള്ളേരെ രാവിലെ വിടണം, മറ്റാരും സഹായത്തിനില്ലാതെ വരുമ്പോൾ അവസരം കിട്ടുമ്പോൾ, ഓഫ് കിട്ടുമ്പോൾ, പിള്ളേർക്ക് അവധി കിട്ടുമ്പോൾ ഒക്കെ രാവിലെ പള്ളിയിൽ പോകാറുണ്ട്. അങ്ങനെ ഈശോയും തിരുക്കുമാരനുമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടും അവരെൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്.